BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് പുരോഗമിക്കുകയാണ്. കാര്യമായി തന്നെ ജനജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു. ആളുകളൊന്നും നിരത്തുകളിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ യാത്രക്കിടയിൽ പെട്ടുപോയവർ ശരിക്കും ദുരിതത്തിലായിട്ടുണ്ട്. അവരിലേക്കും പ്രശ്നങ്ങളിലേക്കും നമുക്ക് ഒരിക്കൽ കൂടി വരാം. അതിനു മുൻപ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഒന്ന് നോക്കാം. കേരള സർവകലാശാല തർക്കങ്ങളിൽ ഗവർണറുടെ സുപ്രധാനമായ തീരുമാനം ഇന്നുണ്ടായേക്കും. ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റിലെ യോഗ തീരുമാനങ്ങൾ റദ്ദാക്കാനാണ് രാജ്ഭവൻ ആലോചിക്കുന്നത്. അതിനിടെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിൽ കയറുന്നത് വിലക്കി താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് നോട്ടീസ് നൽകി. ഉത്തരവ് ലംഘിച്ച ഓഫീസിലെത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുണ്ട്. അവധിയിലായിരുന്ന VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് ചുമതലയിലേക്ക് തിരിച്ചെത്തും. ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്കും VC പരാതി നൽകിയിട്ടുണ്ട്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, അത്യന്തം നാടകീയമായ രീതിയിലേക്കാണ് കേരള സർവകലാശാലയിലെ കാര്യങ്ങൾ പോകുന്നത്. ഇന്നലത്തെ പ്രതിഷേധമൊക്കെ നമ്മുടെ ഒന്നും ഓർമ്മയിൽ പോലും കണ്ട് പരിചയമില്ലാത്ത തരത്തിലായിരുന്നു. ഇന്നിപ്പോൾ VC തിരിച്ചെത്തുന്നു. രജിസ്ട്രാർ കയറരുതെന്ന ഉത്തരവുണ്ട്. ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നു. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കേരള സർവകലാശാലയിലെ സംഭവ വികാസങ്ങളിൽ ഇന്നത്തെ ദിവസം? ഗവർണറുടെ തീരുമാനമാണ് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന കേരള സർവകലാശാല വിവാദത്തിൽ. കാരണം സിൻഡിക്കേറ്റ് കഴിഞ്ഞ ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അനുമതി അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം നിയമപരമല്ല, അത് റദ്ദാക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടായേക്കും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അന്നെടുത്ത തീരുമാനമാണ് VC അനിൽകുമാറിന്റെ രജിസ്ട്രാർ അനിൽകുമാർ സസ്പെൻഷൻ പിൻവലിച്ചത്. അത് അതോടുകൂടി തന്നെ ഇല്ലാതാകും. അതാണ് ഒരു നിലപാട്. ഇപ്പോൾ തന്നെ അനിൽകുമാർ സസ്പെൻഷനിലാണ്, നിലപാടിലാണ് VC ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. ഇന്നലെ വരെ ആയിരുന്നു നിലവിലെ ചുമതലയുണ്ടായിരുന്ന VC സിസ തോമസിന്റെ ചുമതല. അത് ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ മോഹൻ കുന്നുമ്മൽ വീണ്ടും ആ ചുമതലയിലേക്ക് എത്തുകയാണ്. റഷ്യ സന്ദർശനത്തിന് ശേഷം തിരികെ എത്തുകയാണ്. ഇന്നലെ സിസ തോമസ് പോകുന്നതിന് മുമ്പാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി നടത്തിയത്. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും വീണ്ടും ആ ചുമതലയിൽ തുടരുന്ന അല്ലെങ്കിൽ ഓഫീസിലെത്തുന്ന അനിൽകുമാർ ഓഫീസ് കോമ്പൗണ്ടിൽ പോലും കയറരുത്, ഓഫീസിനുള്ളിലേക്ക് കടക്കരുതെന്ന കർശന നിർദ്ദേശമുള്ള ഒരു സർക്കുലർ ഒരു കത്തായി തന്നെ സിസ തോമസ് നൽകിയത്. മാത്രമല്ല, അങ്ങനെ ഇത് ഓഫീസിലേക്ക് എത്തിയാൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമുണ്ട്. നേരത്തെ തന്നെ ഈ രജിസ്ട്രാറിന്റെ ചുമതല മറ്റൊരാൾ ഹരികുമാറിന് കൈമാറിയിരുന്നു സിസ തോമസ്. പക്ഷേ ഹരികുമാർ ചുമതല ഏറ്റെടുക്കാതെ അവധിയിലേക്ക് പോയി. തുടർന്ന് മറ്റൊരു ഉദ്യോഗസ്ഥയ്ക്ക് മിനി കാപ്പന് ആ ചുമതല കൈമാറി. അങ്ങനെ ഫലത്തിൽ ആരാണിപ്പോൾ സർവകലാശാല രജിസ്ട്രാർ എന്ന വ്യക്തതയില്ലാത്തൊരു സാഹചര്യമാണ്. സിൻഡിക്കേറ്റിന്റെ തീരുമാനപ്രകാരം, സിൻഡിക്കേറ്റിന്റെ നിലപാട് പ്രകാരം അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ. എന്നാൽ അതിനു പകരം ഹരികുമാറിനെ നിയമിച്ചു. ഹരികുമാർ ചുമതല തുടർന്ന് മറ്റൊരു ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അങ്ങനെ 3 പേർ ഇപ്പോൾ ഒരേ കസേരയ്ക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ഒരു കസേര കളി നടത്തുന്ന സാഹചര്യം സർവകലാശാലയിലുണ്ട്. അതിന് പുറമെയാണ് ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അനിൽകുമാർ ഫയൽ ചോദിച്ചാൽ നൽകേണ്ട നിലപാട് ഇന്നലത്തെ സിസ തോമസ് സ്വീകരിച്ചിരുന്നു. അവിടെ അതിലൊരു അനിശ്ചിതത്വമുണ്ട്. ഏതായാലും ഗവർണറുടെ തീരുമാനം വളരെ നിർണായകമാകും. എന്താണ് ഗവർണർ തീരുമാനിക്കാൻ പോകുന്നതെന്ന് ഇന്ന് അറിയാൻ തന്നെയാണ് സാധ്യത. വലിയ നിയമ നടപടികളിലേക്ക് തുറന്നും പോകാനിടയുള്ള ഒരു സാഹചര്യം തന്നെയാണ് സർവകലാശാലയിലുള്ളത്. ഇന്നലെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ അസാധാരണമായ ഒരു സംഘർഷം സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരുന്നു. അതിൽ 30ഓളം SFI പ്രവർത്തകർ ജയിലിലാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ജയിലിലാണ്. സർവകലാശാല ആസ്ഥാനത്തെ വലിയ കവാടം നമുക്കറിയാം, സെനറ്റ് ഹാളിലേക്ക് കടക്കുന്ന, അതിന് വലിയ കേടുപാടുകൾ ഇന്നലെ വരുത്തിയിരുന്നു. അവിടുത്തെ ചെടിച്ചട്ടിയും മറ്റും മറിച്ചിട്ടിരുന്നു. അങ്ങനെ 10,000 രൂപയോളം നഷ്ടമുണ്ടായെന്ന ഒരു കണക്ക് പോലീസ് നൽകിയിട്ടുണ്ട്. ആ അക്രമ സംഭവങ്ങളിൽ കൂടി കടുത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സിസ തോമസ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് സർവകലാശാലയിലെ സമരങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. കാരണം ഇന്ന് പൊതുപണിമുടക്കിനാണ് ആകെയുള്ള എല്ലാവരുടെയും പിന്തുണ പൊതുപണിമുടക്കിനാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സമരങ്ങളിലേക്ക് പോകാനിടയില്ല. പക്ഷേ മോഹൻ കുന്നുമ്മൽ മടങ്ങി വരുമ്പോൾ എന്തും സംഭവിക്കാം. അത് തുടർ നീക്കങ്ങൾ വളരെ നിർണായകമാകും. ഈ വിഷയത്തിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളും നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇടപെടലിൽ കൂടി ഗവർണർക്ക് അതൃപ്തിയുണ്ട്. അതിലും ഒരുപക്ഷെ നടപടി നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോകാം. ഏതായാലും സർവകലാശാല ആസ്ഥാനവും സർവകലാശാലയും പൊതുവിൽ നിന്ന് ശാന്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും ചില നിർണായക നടപടികൾ ഗവർണറുടെ ഭാഗത്തും VCയുടെ ഭാഗത്തും അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായേക്കാം. ശരി അരുൺ, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അരുണിൽ നിന്ന് തേടാം. അത് തിരുവനന്തപുരത്ത് കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പേരുടെ അറസ്റ്റ് ഉണ്ടായി എന്നതാണ്. ഹോട്ടലിലെ തൊഴിലാളികളായ അടിമലത്തുറ സ്വദേശി രാജേഷും നേപ്പാൾ സ്വദേശിയുമാണ് അറസ്റ്റിലായത്.
അരുൺ, ഇന്നലെ ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നവരുടെ പോലീസുകാരെ കൂടി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് ഈ തൊഴിലാളികളുടെ അടുത്തേക്ക് പോയി എന്ന് മാത്രം അറിയാവുന്ന ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? പ്രാഥമികമായ എന്തെങ്കിലും വിവരങ്ങൾ അതേപ്പറ്റി ലഭിക്കുന്നുണ്ടോ? നേപ്പാൾ സ്വദേശി ഡേവിഡും അടിമലത്ത് സ്വദേശി രാജേഷും ഇവർ ഇന്നലെ രാവിലെ ജോലിക്ക് ഹാജരാകേണ്ടതായിരുന്നു. അവരുടെ ഹോട്ടലിൽ കേരള കഫേയിൽ ജോലിക്ക് ഹാജരാകേണ്ടതായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഹാജരായില്ല. അതെന്തുകൊണ്ട് എത്തിയില്ല എന്ന് അന്വേഷിച്ച് പോയതാണ് ജസ്റ്റിൻ രാജ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് പിന്നീട് അതൊരു കൊലപാതകത്തിലേക്കും അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഏതായാലും എന്തുകൊണ്ടൊരു കൊലപാതകത്തിലേക്ക് പോയി? അവർ ജോലിക്ക് എത്താത്ത ചോദ്യം ചെയ്യലുള്ള തർക്കമാണോ മറ്റെന്തെങ്കിലും വൈരാഗ്യമുണ്ടായിരുന്ന കാര്യമാണ് അറിയേണ്ടത്. രണ്ടുപേരെയും ഇന്നലെ തന്നെ പോലീസ് അടിമലത്തുറ രാജേഷിന്റെ വീടിന് സമീപത്ത് നിന്ന് പോലീസ് കസ്റ്റഡി എടുത്ത് പിന്നീട് അവരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കസ്റ്റഡി എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിഴിഞ്ഞം എസ് ഐ പ്രശാന്തിനെതിരെ ഇവർ ആക്രമിച്ചു. പ്രശാന്തിന് തന്നെ നമ്പർ പ്ലേറ്റ് ഊരി അതിലെ പിന്നുപയോഗിച്ച് ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. പക്ഷേ പോലീസ് ഇവരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. രണ്ടുപേരെയും ഇന്നലെ രാത്രിയോടെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഈ കൊലപാതക കാരണം എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ജസ്റ്റിൻ രാജ് കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു ഹോട്ടലിന്റെ കേരള കഫേ എന്ന കോട്ടൺ സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള നേരെ എതിർവശത്തുള്ള ഹോട്ടൽ നടത്തുന്ന അതിന്റെ സഹ ഉടമ കൂടിയാണ്. മറ്റു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി M സത്യനേശന്റെ മകളുടെ ഭർത്താവാണ് ജസ്റ്റിൻ രാജ്. അത്തരത്തിൽ നേരത്തെ തന്നെ ജില്ലയിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ്, വ്യവസായ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തി കൂടി ജസ്റ്റിൻ. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാരണമാണ് ഇനി അറിയേണ്ടത്. കാര്യം പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തി അവരിന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഒരുപക്ഷെ തെളിവെടുപ്പൊക്കെ ഉണ്ടായേക്കാം. അതിനു മുമ്പ് തന്നെ വിശദമായി ഈ കൊലപാതക കാരണങ്ങളും പോലീസ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. ശരി, അരുൺ ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് N നഗരേഷ് നേരിട്ട് സിനിമ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ജാനകി എന്ന പേര് മാറ്റണമെന്ന നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സെൻസർ ബോർഡ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഈ സിനിമ പ്രദർശനം എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായി സെൻസർ ബോർഡ് ഒരു കാരണവും അറിയിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്താണ് ആ കാരണം എന്ന് പറയേണ്ടി വരും. കോടതിയാണെങ്കിൽ ആ സിനിമ കണ്ടും കഴിഞ്ഞു. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് കോടതി ഹർജി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. അത് സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചും സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചും സിനിമാ പ്രേമികളെ സംബന്ധിച്ചും വലിയ ആകാംക്ഷയോടെയാണ് ഇന്നത്തെ ദിവസം കാത്തു നിൽക്കുന്നത്. കാരണം JSK സിനിമയിൽ ജാനകി എന്ന പേര് 96 ഇടങ്ങളിലാണുള്ളത്. ഈ പേരെല്ലാം മാറ്റണം. ഇതിന്റെ ടൈറ്റിൽ ഉൾപ്പെടെ എല്ലാ പേര് ജാനകി എന്ന പേര് തന്നെ ഈ സിനിമയിൽ നിന്നും മാറ്റണമെന്ന പിടിവാശിയിൽ തന്നെയാണ് സെൻസർ ബോർഡ്. പക്ഷേ അത് ഹൈക്കോടതിയിൽ പോലും ഇവരുടെ വാദം കോടതിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് കഴിഞ്ഞ 2 തവണ ഹർജി പരിഗണിച്ചപ്പോഴും കോടതി ആവർത്തിച്ച് ചോദിച്ചത് എന്തുകൊണ്ട് മാറ്റണമെന്നാണ്. ജാനകി എന്നത് പൊതുവായിട്ടുള്ള പേരല്ലേ, അതെങ്ങനെയാണ് ഒരു മതവിശ്വാസത്തിന്റെ മാത്രം പേരായി മാറുന്നത്? നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നതല്ലേ. ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മേൽ ഇങ്ങനെ കടന്നു കയറാൻ പാടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശം പോലും സെൻസർ ബോർഡിന് കഴിഞ്ഞ തവണ ഹൈക്കോടതി നൽകി കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ സിനിമ കാണണമെന്ന് ഹൈക്കോടതി തന്നെ നേരിട്ട് പറയുന്ന സാഹചര്യമുണ്ടായത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ശനിയാഴ്ച ഈ ചിത്രം ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ഹൈക്കോടതി ജഡ്ജി കാണുകയും അതിനുശേഷം ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഏറെ നിർണായകമാണ്. എന്തായാലും ഇതിനു മുൻപ് ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന പരാമർശങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ സിനിമ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ ജാനകി എന്ന പേര് മാറ്റേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ കോടതി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. നിർമ്മാതാവിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം 27-ാം തീയതി റിലീസ് ചെയ്യേണ്ട ചിത്രമാണ്, അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ്. അതിന് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. കോടതിയിൽ പോലും കയറിയിറങ്ങി 2 തവണ സിനിമ ഇതിന്റെ ഹർജി മാറ്റിവെക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് വലിയ മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. നിർമ്മാതാക്കളെ സംബന്ധിച്ചും അവർക്കും വലിയ വിഷമം ഉണ്ടാകുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ അന്തിമമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും ഇത്രയും ദിവസം കഴിഞ്ഞു, ഇനിയും ചിത്രം റിലീസ് ചെയ്യാതെ മുന്നോട്ട്
മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്ന് കോടതി വരെ കഴിഞ്ഞ തവണ ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ കൂടി ഇന്ന് എന്തായിരിക്കും സെൻസർ ബോർഡ് വീണ്ടും വിശദീകരിക്കുക? ഈ സീതയുടെ പേരായതുകൊണ്ട് മാറ്റണമെന്ന ന്യായീകരണത്തെ എത്രമാത്രം കോടതിക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ കോടതി എത്രമാത്രം ആ ഒരു വാദത്തെ ശരിവെക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 10 മണിയോടുകൂടി രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, എന്തായാലും ഒരു സുപ്രധാനമായ തീരുമാനം, പ്രത്യേകിച്ച് പതിവില്ലാത്തതാണ്. ജഡ്ജി തന്നെ നേരിട്ട് പോയി സിനിമ കണ്ടതാണ്. 96 തവണയോ മറ്റോ ഈ ജാനകി എന്ന പേര് പരാമർശം ഈ സിനിമയിലുണ്ട്. ആ ജാനകി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണോ, മറിച്ച് ആ സിനിമയ്ക്ക് എത്രമാത്രം അത്യാവശ്യമാണ് ആ പേര്? ഇതൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. ആ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ഇന്ന് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഡാർക്ക് വെബ് ലഹരി ഇടപാടിൽ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. കേസിൽ ഇതുവരെ പ്രതികളായ എഡിസൺ ബാബു, ഡിയോൾ, അരുൺ തോമസ് എന്നിവർ പിടിയിലായതോടെ സംഘത്തിലെ മറ്റ് കണ്ണികൾ മുങ്ങിയിരുന്നു. കോടികളുടെ ലഹരി ഇടപാട് ഈ സംഘം നടത്തിയതായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നവമി ദിനേശ് തന്നെ വിവരങ്ങൾ നൽകും. നവമി, 4 ദിവസ കസ്റ്റഡി കാലാവധിയുണ്ട്. കിട്ടേണ്ടതാകട്ടെ ഒരു വലിയ നെറ്റ്വർക്കിന്റെ വിവരങ്ങളാണ്. പക്ഷേ അവരിലേക്ക് എത്തുക ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ ദുഷ്കരമാണ്? എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ? ശ്രീജ, ഇന്നലെ മുതലാണ് പ്രതികളെ NCB കസ്റ്റഡിയിലേക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള 4 ദിവസമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആകെ പിടിയിലായത് ഇപ്പോൾ 4 പേരാണ്. അതിൽ ഒരാൾ ഡിയോളിൻ്റെ ഭാര്യയാണ്. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും തന്നെ, നിർണായകമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എഡിസണിൽ നിന്നും ഡിയോളിൽ നിന്നുമാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടി ഉള്ളത്. അതിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ലഹരി കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഇതിൽ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്നത് ആരാണ് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ബാക്കി നിൽക്കുന്നത്. ഈ ക്രിപ്റ്റോ കറൻസി അല്ലാതെ ക്യാഷായിട്ടും ഒക്കെ ഇവർ പണം കൈപ്പറ്റുന്നുണ്ട്. അതെങ്ങനെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അറിയണം. ഒപ്പം ഈ ക്രിപ്റ്റോ കറൻസികളും കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാമാണ് NCBയെ സംബന്ധിച്ച് ഈ അടുത്ത 4 ദിവസം ഇവരിൽ നിന്നും ഈ 3 പ്രതികളിൽ നിന്നുമൊക്കെ ചോദിച്ചറിയേണ്ടത്. ആരൊക്കെയാണ് ഇവർക്ക് പ്രധാനമായും ലഹരി നൽകുന്നത്, ആർക്കൊക്കെയാണ് ലഹരി നൽകുന്നത്. ഒപ്പം ഈ ഇടനിലക്കാരായി ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം കൂടി NCBക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിലേക്കും എത്തണം. ഇവർ 3 പേരും ഒന്നിച്ച്, ഈ എഡിസനും ഈ 3 പ്രതികളും ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോളേജിൽ പഠിച്ച മറ്റാർക്കെങ്കിലും, ഇവരുടെ സഹപാഠികൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നതും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങളിലൊക്കെ കോഡ് ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് എഡിസനെ സംബന്ധിച്ച് വലിയ ഒരുപാട് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് NCB പറയുന്നത്. ഈ 20ഓളം പാസ്വേഡുകൾ മനഃപ്പാടമാക്കി വെക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ കോഡ് മുഖേനയാണ് എഡിസൺ ഇതിൽ ഒക്കെ ഇടപാടുകൾ നടത്തുന്നത്. അത് ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വിദഗ്ധ സംഘത്തെ അവിടെ സഹായമൊക്കെ NCB തേടിയിട്ടുമുണ്ട്. അങ്ങനെ ഇതിന്റെ കൂടുതൽ പ്രതികളെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ചുരുളഴിക്കുക എന്ന് പറയുന്നത് NCBയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ പ്രതികളിൽ നിന്ന് തന്നെ നേരിട്ട് വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളും തുടർ അറസ്റ്റുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും വരെ എത്തുന്ന, അമേരിക്കയിലടക്കം ഇവർ ഈ ലഹരി അവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് ഡ്രഗ്സിലൂടെ, മരുന്നുകളിലൂടെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന വിവരമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്ക അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും എഡിസൺ ഒരു ചെറിയ മീനല്ല. ഇത് വലിയ ഒരു നെറ്റ്വർക്ക് തന്നെ ഇവർക്ക് പിന്നിലുണ്ട്. അവരെല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. തുടർച്ചയായിട്ടുള്ള അന്വേഷണങ്ങൾ, തുടർച്ചയായിട്ടുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ നടത്തിയാൽ മാത്രമേ കൂടുതൽ അറസ്റ്റുകളിലേക്കൊക്കെ കടക്കാൻ കഴിയൂ. പ്രധാനമായും ഇവർ കണ്ടെത്തേണ്ടത്, ഇപ്പോൾ ഈ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു കൊടുത്ത രാസലഹരിയുടെ പരിശോധനാ ഫല റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതുകൂടി കിട്ടിയാൽ മാത്രമേ ഈ ചോദ്യം ചെയ്യലിൽ കുറച്ചുകൂടി ആധികാരികത കൈവരികയുള്ളൂ എന്നാണ് NCB ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ കിട്ടുന്ന 4 ദിവസത്തേക്ക് കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാകുക. പ്രതികളിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്. ശരി നവമി, ഒരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ നമുക്ക് നവമിയിൽ നിന്ന് തേടാം. അത് ജപ്തി ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത എറണാകുളം കുറുമശ്ശേരി സ്വദേശി മധു മോഹനന്റെ സംസ്കാരം ഇന്ന്
നടക്കുമെന്ന വാർത്തയാണ്. കേരള ബാങ്കിൽ 37 ലക്ഷം രൂപയുടെ ലോൺ കുടിശ്ശികയാണ് മധുവിനുണ്ടായിരുന്നത്. ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. നവമി, ഈ ബാധ്യത തീർക്കാൻ സമയം തേടി കുറച്ച് സമയമാണ് ചോദിച്ചത്. പക്ഷേ ആ സമയം ചോദിച്ചിട്ടും കേരള ബാങ്ക് അനുവദിച്ചില്ല എന്നൊരു വലിയ ആരോപണം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാന സർക്കാർ വരെ പറഞ്ഞതാണ് ഇങ്ങനെ കുടുംബം ജപ്തി ചെയ്യേണ്ട, വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് ബാങ്കുകൾ കടക്കരുതെന്നൊരു നിർദ്ദേശം, കർശന നിർദ്ദേശം തന്നെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചതാണ്. മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ അക്കാര്യം വിശദീകരിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ബാങ്ക് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നതെന്ന് മനസ്സിലാകുന്നില്ല. കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. കുറുമശ്ശേരി സ്വദേശി മധു മോഹനാണ് ഇന്നലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു. അത് തിരിച്ചടയ്ക്കണമെന്ന നോട്ടീസ് 37 ലക്ഷത്തിന്റെ കുടിശ്ശിക അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൃത്യമായിട്ട് പണം സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതുണ്ടായി. പക്ഷെ അത് സമയത്ത് പൈസ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വരികയും വീട് ജപ്തി ചെയ്യുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുടുംബം വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യം ആണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് രാവിലെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകുവാനും തയ്യാറായിട്ടില്ല. ഏറെ വിഷമിപ്പിക്കുന്ന ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു ഗൃഹനാഥനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ വലിയൊരു അത്താണിയായിരുന്നു. ചില സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. അതിന്റെ കുടിശ്ശിക അടക്കം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ജപ്തി ഭീഷണി ഉണ്ടാകുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇത് സാവകാശം ആവശ്യപ്പെട്ടിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. ബാങ്കിലെത്തി പലതവണ സാവകാശം ആവശ്യപ്പെട്ടിരുന്നു. കുറച്ച് തവണകളായി തന്നെ ഈ പണം ഉടനെ തന്നെ തിരിച്ചടയ്ക്കാമെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ബാങ്ക് ഉദ്യോഗസ്ഥർ അത് കേട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെയും ഒക്കെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് കുടുംബത്തിന്റെ ഈ തീരുമാനം. എന്തായാലും വലിയ ഒരു വേദനിപ്പിക്കുന്ന കാര്യം കൂടിയാണ് ഇത്. വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ശ്രീജ. ശരി, നവമി ദിനേശാണ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ഡയാലിസിസും തുടരുന്നുണ്ട്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് ഗതാഗത സമിതി ഇന്ന് യോഗം ചേരും. സഞ്ജയ് ഝാ MP-യുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വ്യോമയാന സെക്രട്ടറി, എയർ ഇന്ത്യ CEO, ബോയിംഗ് കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർന്ന പശ്ചാത്തലത്തിലാണ് നിർണായക യോഗം. അഹമ്മദാബാദ് അപകടത്തിന്റെ കാരണം, അന്വേഷണം, നഷ്ടപരിഹാരം എന്നിവയിൽ യോഗം വിശദീകരണം തേടും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സംസാരിച്ച് ശുഭാംശു ശുക്ല. മൈക്രോ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ശുഭാംശു പറഞ്ഞു. നാളെയാണ് ആക്സിയം 4 ദൗത്യ സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ഇന്ത്യയുടെ ഉൾപ്പെടെ അഭിമാനം വാനോളം ഉയർത്തി ബഹിരാകാശത്ത് അത് സ്ഥാപിച്ചിട്ടാണ് ശുഭാംശുവിൻ്റെ മടക്കം. ഇപ്പോൾ ഈ അവസാനം ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് ശുഭാംശു ശുക്ല എന്താണ് ഭൂമിയിൽ ഉള്ളവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്? എങ്ങനെയാണ് മടക്കയാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്? ശുഭാംശു ഇന്നലെ രാത്രിയാണ് ഭൂമിയിലെ പ്രധാന നിലയത്തിലേക്ക്, ആക്സിയം സ്പേസിൻ്റെ പ്രധാന നിലയത്തിലേക്ക് സംസാരിച്ചത്. അവിടെ ആക്സിയം 4ൻ്റെ ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ലൂസി ലോയായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. പെഗി വിറ്റ്സൺ ആണ് ആദ്യം ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പരീക്ഷണങ്ങൾ, ഇവരുടെ ദൗത്യത്തിൻ്റെ ഉദ്ദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതിയെല്ലാം ആദ്യം വിവരിച്ചത് പെഗി വിറ്റ്സൺ ആണ്. തുടർന്ന് രണ്ടാമത് സംസാരിച്ചത് ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആ ഒരു ദൗത്യങ്ങൾ അതെല്ലാം വിശദമായി തന്നെ ഗ്രൗണ്ട് സ്റ്റാഫ്സിനോട് വിവരങ്ങളെല്ലാം പങ്കുവച്ചു. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഇത്രയും ദിവസം ഇവിടെ തങ്ങാനായത് വലിയ നേട്ടമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെ മാത്രമല്ല, അദ്ദേഹം ഇതിനു മുൻപേ ഉള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഹാം റേഡിയോ വഴി ഇപ്പോൾ ISROയുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ മിഷൻ്റെ പുരോഗതി എല്ലാം ചർച്ച ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. പിന്നെ മേഘാലയ, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് തുടങ്ങിയിട്ടുള്ള
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി, സ്പേസ് വിദ്യാർത്ഥികളുമായി ഇദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു. ഇന്നലത്തെ സംസാരത്തിൽ ഈ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടം ആ ഒരു വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം മൈക്രോ ഗ്രാവിറ്റിയിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ, പ്രധാനമായിട്ടും വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണങ്ങൾ, ബഹിരാകാശത്ത് വിത്തുകൾ മുളപ്പിക്കുന്ന പരീക്ഷണങ്ങൾ, അത് നിർണായക തന്നെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ബഹിരാകാശത്ത് ഈ സീറോ ഗ്രാവിറ്റിയിൽ വിത്തുകൾ മുളപ്പിച്ച ശേഷം അത് സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. തുടർന്ന് ഭൂമിയിൽ അതിന് ബാക്കിയുള്ള വളർച്ച, അതിൻ്റെ ഭൂമിയിലുള്ള വളർച്ച നിരീക്ഷിക്കും. അതായത് ബഹിരാകാശത്ത് വെച്ച് മുളപ്പിച്ച ഒരു വിത്തിൻ്റെ ഭൂമിയിലെ ഒരു വളർച്ച, അതിൻ്റെ ഘട്ടങ്ങൾ തുടങ്ങിയിട്ടുള്ളവ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത്. രണ്ടാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് എല്ലുകളുടെ അതുപോലെ മസിൽസിൻ്റെ മാറ്റമാണ്. സീറോ ഗ്രാവിറ്റിയിൽ മനുഷ്യൻ്റെ എല്ലുകൾക്ക് എന്ത് സംഭവിക്കുന്നു, മസിൽസിന് എന്ത് സംഭവിക്കുന്നു, അത് കൂടുതൽ സമയം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത്, മാത്രമല്ല റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് സ്കിന്നിൽ ഉണ്ടാകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. ഇത് കൂടുതൽ സമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്ത്യക്ക് ഉണ്ടാക്കുമ്പോൾ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ശാസ്ത്രജ്ഞർക്ക് മാത്രമല്ല, ഭൂമിയിൽ എല്ലുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മസിൽസിനെ സംബന്ധിച്ച രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വികസിപ്പിക്കാനും ഇത്തരം പരീക്ഷണം വിജയകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ കണ്ണുകളുടെ ചലനം, കണ്ണുകൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് സ്പേസിൽ വെച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും വീക്ഷിച്ചിരുന്നു. ഇത് ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ, അതിൻ്റെ സ്ക്രീൻ ഡിസൈൻ, ഇതെല്ലാം സ്വന്തമായി വികസിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയെ പ്രാപ്തമാക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ദൗത്യത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിലേക്കാണ് ശുഭാംശു കടന്നിട്ടുള്ളത്. അത് ഈ ഒരു ദൗത്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭാവിയിൽ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് സുപ്രധാന വെളിച്ചം വീശുന്ന പരീക്ഷണങ്ങളുമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. നാളെ ആക്സിയം 4 ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങി വരികയാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. അജയാണ് വിവരങ്ങൾ നൽകിയത്. യുഎസിലെ ടെക്സസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലും മിന്നൽ പ്രളയം. നിരവധി വീടുകൾ ഒലിച്ചുപോയതായാണ് റിപ്പോർട്ട്. ടെക്സസിൽ മരണസംഖ്യ 110ആയി. 160-ൽ അധികം പേരെ ഇനിയും കാണാനുണ്ട് എന്ന് ഗവർണർ ഗ്രെഗ് അബൌട്ട് പറഞ്ഞു. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ടെക്സസിൽ വീണ്ടും പ്രളയ സാധ്യതയൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ന്യൂ മെക്സിക്കോയിലും അതിന് സമാനമായ രീതിയിൽ പ്രളയമുണ്ടായതായി അറിയുന്നു. അവിടെ കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ് ഈ മിന്നൽ പ്രളയങ്ങൾ. ഇപ്പോൾ ന്യൂ മെക്സിക്കോയിൽ സാധാരണഗതിയിൽ ജലനിരപ്പിനേക്കാൾ കൂടുതൽ 70 മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു എന്നാണ് കണക്കുകൾ. ഇതോടുകൂടി മിന്നൽ പ്രളയം ഉണ്ടാവുകയും നിരവധി വീടുകൾ ഒലിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരച്ചിലൊക്കെ നടക്കുകയാണ്. കൂടുതൽ കണക്കുകൾ ഇത് സംബന്ധിച്ച് വ്യക്തമാകേണ്ടതുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ന്യൂ മെക്സിക്കോയിൽ മിന്നൽ പ്രളയം ഉണ്ടായത്. ആർക്കെങ്കിലും പരിക്കുണ്ടോ, എത്ര പേരെ കാണാതായി എന്ന് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, കൃത്യമായ കണക്കുകളൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതേസമയം ടെക്സാസിൽ ഇനിയും മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ്, ഇപ്പോൾ 4 ദിവസം പിന്നിടുമ്പോഴാണ് കൃത്യമായി ഇതിലൊരു കണക്ക് പുറത്തു വരുന്നത്. 160-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ് കണക്ക്. അതേസമയം 100-ലധികം പേര് മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ മിന്നൽ പ്രളയം അത് ദുരന്തം വിതയ്ക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതായത് കൃത്യമായി ഒരു മുന്നറിയിപ്പ് ആളുകൾക്ക് നൽകിയിരുന്നില്ല, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി പ്രവചിച്ചിരുന്നില്ല എന്നതടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഗവർണർ മറുപടി നൽകുന്നുണ്ട്. അതായത് ഇത്തരം വിമർശനങ്ങൾക്കുള്ള ഒരു സമയമല്ല, അതിനുള്ള മറുപടിയും തങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല, മറിച്ച് ഈ കാണാതായവരെ കണ്ടെത്തുക മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള ലക്ഷ്യം. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലുള്ള മറുപടി നൽകുക എന്നാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമ്മർ ക്യാമ്പ് നടക്കുന്ന സമയമാണ് ടെക്സാസിൽ ദുരന്തമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് നദികളുടെ തീരത്തൊക്കെ നിരവധി ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിരവധി ക്യാമ്പുകളിലുള്ളവരെ കാണാതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ക്യാമ്പിൽ 20-ലധികം പെൺകുട്ടികളെ കണ്ടെത്താനുണ്ടായിരുന്നു. ഇവരൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ക്യാമ്പുകളിലുള്ളവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വിവരം. അതുമാത്രവുമല്ല, ഈ നിരവധി ആളുകൾ ഈ ടെന്റുകൾ കെട്ടി വന്ന് താമസിച്ചിരുന്നു. ഈ ക്യാമ്പ് അവധിക്കാലം ആഘോഷിക്കാനായി എത്തിയിരുന്നു.
ഇവർ ഈ ഹോട്ടലുകളിൽ മുറിയെടുക്കാത്തതൊക്കെ വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അതായത് ഇവരുടെ ഒരു കൃത്യമായ കണക്ക് സർക്കാരിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ ടെന്റുകളിലും മറ്റുമാണ് ഇവർ താമസിച്ചിരുന്നത്. യാത്ര ഇതുപോലെ പലരും നടന്ന് യാത്ര വന്നവരുണ്ട്, സൈക്കിളിൽ യാത്ര ചെയ്ത് എത്തിയവരുണ്ട്. അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ കണക്ക് ലഭിക്കാത്തതും വലിയ രീതിയിലുള്ള വെല്ലുവിളിയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗസയിൽ ഈ ആഴ്ച തന്നെ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. എന്നാൽ ഗസയിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കം പൂർത്തിയായിട്ടില്ലെന്നും നെതന്യാഹു അറിയിച്ചു. ഇന്ന് സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോകുമ്പോൾ വളരെ സ്പെഷ്യലായ ഒരു വിഷ് ഞങ്ങളുടെ സഹപ്രവർത്തകയായ ശരണ്യ കൃഷ്ണയുടെ പിറന്നാളാണിന്ന്. ഞങ്ങളുടെ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാമാണ് ശരണ്യ. ആശംസകളുമായി ഭർത്താവ് സുമേഷും മക്കളായ നാട്ടിയും നൈതിക്കുമൊപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ശരണ്യ. മറ്റു വാർത്തകളും ഇന്നത്തെ പണിമുടക്കിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും ഒക്കെയായി നമുക്ക് മടങ്ങിയെത്താം പോലീസ് പെട്രോളിന് ശേഷം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ദേശവ്യാപക പണിമുടക്ക് തുടരുന്നു. പങ്കെടുക്കുന്നത് BMS ഒഴികെയുള്ള 10 സംഘടനകൾ. ഡയസ് നോൺ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാരും KSRTCയും. എറണാകുളം KSRTC സ്റ്റാൻഡിൽ ബസ് തടഞ്ഞു. സംസ്ഥാനത്ത് സർവകലാശാല പരീക്ഷകൾ മാറ്റി. ഡൽഹിയിൽ പ്രതിഷേധ സംഗമം. കേരള സർവകലാശാല തർക്കങ്ങളിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത് കയറുന്നതിന് വിലക്കേർപ്പെടുത്തി VC ഡോക്ടർ സിസ തോമസ്. ഓഫീസിലെത്തിയാൽ നിയമ നടപടിയെന്ന് നോട്ടീസ്. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്ന് തിരിച്ചെത്തും. ആസ്ഥാന മന്ദിരത്തിൽ കയറിയ SFIക്കാർക്കെതിരെ നടപടി വേണമെന്ന് കാട്ടി പോലീസ് മേധാവിക്ക് പരാതി. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി തേടിയുള്ള നിർമ്മാതാക്കളുടെ ഹർജി വീണ്ടും ഹൈക്കോടതിയിൽ. ജഡ്ജി സിനിമ കണ്ട സാഹചര്യത്തിൽ ഉത്തരവ് പ്രതീക്ഷിക്കുന്നു. പേര് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് സെൻസർ ബോർഡ്. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിലെ ക്വാറിയിൽ പാറക്കല്ല് വീണ് ഹിറ്റാച്ചിയിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം പുറത്തെടുത്തു. മരിച്ചത് ബീഹാർ സ്വദേശി അജയ് റായ്. മൃതദേഹം പുറത്തെടുത്തത് ബൂം എക്സ്കവേറ്ററുകളുടെ സഹായത്തോടെ. തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലെ ഹോട്ടൽ ഉടമയെ കൊന്ന കേസിൽ 2 തൊഴിലാളികൾ അറസ്റ്റിൽ. പോലീസ് പിടികൂടിയത് അടിമലത്തുറ സ്വദേശിയെയും നേപ്പാൾ സ്വദേശിയെയും. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ് CPM മുൻ ജില്ലാ സെക്രട്ടറി M സത്യനേശന്റെ മരുമകൻ. ഗാസയിൽ ഈ ആഴ്ച തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ബഹിരാകാശത്ത് നിന്ന് ശുഭാംശു ശുക്ലയും സംഘവും നാളെ മടങ്ങും. മൈക്രോ ഗ്രാവിറ്റി പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് ശുഭാംശു. കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് 7 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. BMS ഒഴികെയുള്ള 10 തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാണ്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. KSRTC ചുരുക്കം ചില ദീർഘദൂര സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. എറണാകുളം സൗത്തിൽ KSRTC ബസ് തടഞ്ഞു. പണിമുടക്ക് നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTCയും ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു.
ആദ്യം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, രാവിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTCയിൽ ഡയസ്നോൺ ഉണ്ട്. പക്ഷേ കൊച്ചിയിൽ നമ്മൾ കണ്ട ആദ്യത്തെ കാഴ്ച പുറപ്പെടാനൊരുങ്ങിയ ബസ് തൊഴിലാളികൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. KSRTC ഇല്ല, സ്വകാര്യ ബസ്സുകളില്ല. എത്രത്തോളം സാധാരണ ജീവിതം പൂർണ്ണമായും ഒരു സ്തംഭിച്ച നിലയിലേക്ക് മാറുകയാണോ? ശ്രീജ, ഗുഡ് മോർണിംഗ്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച സമരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ KSRTC സൗത്ത് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ കോഴിക്കോട്ടേക്ക് പോകേണ്ട KSRTC ലോ ഫ്ലോർ ബസ്സാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് സർവീസ് നടത്താൻ തയ്യാറാണെന്ന് ഇതിൻ്റെ ഡ്രൈവർ പറഞ്ഞുവെങ്കിൽ പോലും ഇത് സമരമായതിനാൽ ഇത് സർവീസ് നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സമരക്കാർ നൽകുന്നത്. നമ്മളിവിടെ ദൃശ്യങ്ങൾ കാണാം, ഇവരെ ബസ്സിന് മുന്നിൽ ഉപരോധിക്കുന്നത്. നമുക്ക് ഡ്രൈവറിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, സമരമാണെന്ന് അറിഞ്ഞില്ലേ? സമരത്തിന് അനുകൂലിക്കുന്നവരല്ല ഞങ്ങൾ KST BMSന്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് 6 മണിക്ക് സർവീസ് വന്നാൽ ഇവിടുന്ന് പുലർച്ചെ 5 മണിക്ക് പോകേണ്ടതാ. പോകാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. പോലീസ് പ്രൊട്ടക്ഷൻ തന്നാലും ഇപ്പോഴും ഞങ്ങൾ പോകാൻ വില്ലിങ്ങാണ്. പോലീസുകാരെന്താ പറയുന്നത്? പോലീസുകാർ ഒന്നും പറഞ്ഞില്ല. പോലീസുകാർ വിളിച്ചിട്ട് അവരിവിടെ ഒന്ന് നിൽക്കുക ചെയ്ത് ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. തടഞ്ഞിട്ടിരിക്കുക, പോരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പ്രൊട്ടക്ഷൻ തന്നാൽ അന്നേരം ഞങ്ങൾ പോകും. 5 മണിക്ക് 5 മണിക്ക് ഇവിടുന്ന് പോകേണ്ട സർവീസാണ്. കോഴിക്കോട് ഡിപ്പോയുടെ വണ്ടിയത്. അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ തരുവാണെങ്കിൽ ഞങ്ങൾ സർവീസ് പോകും. അതെ, ഞങ്ങൾ വില്ലിങ്ങാണ് പോകാൻ. ശ്രീജ, പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സർവീസ് നടത്തുമെന്നാണ് ബസ് ഡ്രൈവർ പറഞ്ഞത്. BMSന്റെ പ്രവർത്തകൻ കൂടിയാണ്. എന്നാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഈ ബസ് തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമാണ് പറയുന്നത്. തടഞ്ഞിട്ടില്ല, ബസ് തടഞ്ഞിട്ടില്ല. വണ്ടിയിൽ യാത്രക്കാരില്ലാത്ത കാരണം പോകുന്നില്ല. അവരുടെ അടുത്ത് 12:45 പൊക്കോളം പറഞ്ഞാണ്. രാത്രി പോകാൻ പറഞ്ഞിരുന്നു. രാത്രി 12:45 അന്നേരം യാത്രക്കാരുണ്ടായിരുന്നു, പൊക്കോളം പറഞ്ഞു. അന്നേരം അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു യാത്രക്കാരില്ലാത്തപ്പോൾ വണ്ടി പോകേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാറ് ഇവിടെയൊന്നും ഒരു യാത്രക്കാർ പോലും ഇല്ല. കോഴിക്കോടേക്ക് 5 മണിക്ക് 5 മണിക്ക് അതിൽ ആരെങ്കിലും ഉണ്ട്? ഒരു യാത്രക്കാരുണ്ടെങ്കിൽ വണ്ടി പോകണമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു യാത്രക്കാർ പോലും ഇല്ലാതെ വണ്ടി വെറുതെ പോകേണ്ട കാര്യമില്ലല്ലോ. അത് കാരണം വണ്ടി അവിടെ കിടക്കണേ. സാധാരണ യാത്രക്കാരില്ലെങ്കിൽ ബസ് സർവീസ് നടത്താതിരിക്കുകയാണോ പതിവ്? ഒരു വണ്ടിയോ ഒരു യാത്രക്കാരോ ആരും സ്റ്റാൻഡിലില്ല. വന്ന വണ്ടികളിലൊന്നും ഒരു യാത്രക്കാർ പോലില്ല. വന്ന് ലോങ് സർവീസ് വണ്ടികളെല്ലാം ഞങ്ങൾ വിടുന്നുണ്ട്. ഒരു വണ്ടി തടഞ്ഞു വെക്കുന്നില്ല. യാത്രക്കാരില്ലാത്ത ബസ്സല്ലല്ലോ സർവീസ് നടത്തുന്നത്. യാത്രക്കാരില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഇവിടെ ആകെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചാനലുകാർ, ഞങ്ങൾ കുറച്ച് പേര്. യാത്രക്കാരായിട്ട് ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? യാത്രക്കാരില്ലല്ലോ. യാത്രക്കാരുള്ള വണ്ടികൾ വരുന്നുണ്ടല്ലോ, നമ്മൾ തടയുന്നില്ല. യാത്രക്കാരുള്ള വണ്ടികൾ, നേരത്തെ ഓടി വരുന്ന വണ്ടികളുണ്ട്. അവർ യാത്രക്കാരില്ലാതെ വെറുതെ രാഷ്ട്രീയ വിരാഗത്തിന് വേണ്ടി മാത്രം വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ സമരം കേന്ദ്രത്തിനെതിരെയാണ്. ജനങ്ങൾ പൂർണ്ണമായിട്ടും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, നമ്മൾ പ്രത്യേകിച്ച് എറണാകുളത്ത് നമുക്ക് ഈ പരിസരം റോഡും കണ്ടാണ് മനസ്സിലാക്കാം, മുഴുവൻ ജനങ്ങളും ഈ സമരത്തിന് അനുകൂലിച്ച് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായി തന്നെ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ, അങ്ങനെയാണ് ഇവർ പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരമാണ്. ഇപ്പോൾ ഈ KSRTC ബസ് തടഞ്ഞതും ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ബസ് സർവീസ് നടത്തണമെന്ന് പറയുന്നത് ശരിയല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നതും. സർവീസ് ഒരു യാത്രക്കാരനെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബസ് സർവീസ് നടത്താൻ ഇവർക്ക് തടസ്സമില്ല. സർവീസ് നടത്താൻ തന്നെ അനുവദിക്കും. പക്ഷേ ഇത് ഒരു യാത്രക്കാരും ഇല്ലാതെ വീണ്ടും സർവീസ് നടത്തണമെന്ന ഇവരുടെ ഈ ഡ്രൈവർമാരുടെ വാശി, അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് സമരക്കാരും പറയുന്നത്. കൊച്ചി നഗരത്തിൽ പൊതുവെ സമരം ശാന്തമായി തന്നെ തുടരുകയാണ്. എല്ലായിടങ്ങളിലും പോലീസിന്റെ ഒരു മേൽനോട്ടമുണ്ട്. എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് പോലീസും രാവിലെ മുതൽ തന്നെ ഇവിടെ സജ്ജമാണ്. എന്തായാലും കൊച്ചിയിൽ ഈ KSRTC ബസ് തടഞ്ഞു എന്നത് ഒഴിവാക്കിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സ്റ്റാൻഡിലൊന്നും യാത്രക്കാരും തന്നെ എത്തിയിട്ടില്ല. ഇനി സമരമാണെന്നറിഞ്ഞ് ആരും തന്നെ എത്തിയിട്ടില്ല. ദൂര സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഈ കർണാടക, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ബസ് അത് ഇവിടെ തന്നെ കയറ്റിയിട്ടിട്ടുണ്ട്. അതിനും സർവീസ് അനുവദിക്കില്ല. യാത്രക്കാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും യാത്രക്കാർക്ക് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വൈറ്റില KSRTC സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര സർവീസുകൾ രാവിലെ 8 സർവീസുകളാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. അവിടെയും മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതിപ്പോൾ BMS അനുകൂല സംഘടനകളാണ്
ഡ്രൈവർമാരാണ് ഈ KSRTC ലോ ഫ്ലോർ ബസ്സിലുള്ളത്. എന്തായാലും അവർക്ക് സർവീസ് നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്ന് സമരമാണ്. യാത്രക്കാരും ഇല്ലാത്ത സാഹചര്യത്തിൽ വെറുതെ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഈ സമരത്തെ പൊളിക്കുന്ന ഒരു നീക്കത്തെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ സമരക്കാരും വ്യക്തമാക്കുന്നത്. ശ്രീജ, നാം ഈ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ടോ? ഇതിപ്പോ നമ്മൾ രാവിലെ തൊട്ട് വാർത്തകൾ കൊടുക്കുന്നു, ആളുകൾ വരില്ല. സ്വാഭാവികമായും വണ്ടിയില്ലെന്ന് കണ്ടാൽ ആരാണ് ബസ് സ്റ്റാൻഡുകളിലേക്ക് ഒക്കെ എത്തുക? അത് പക്ഷേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകൾ സ്വകാര്യ വാഹനങ്ങൾ, ഒപ്പം മറ്റ് ചെറിയ വാഹനങ്ങൾ, ഇപ്പോൾ ഓട്ടോ പോലെയുള്ള വാഹനങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് കൊച്ചിയിൽ? ശ്രീജ, എന്തായാലും സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ദീർഘം ഒരുപാട് ദൂരത്തേക്ക് ആരും പോകുന്നില്ല. അടുത്തിടങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചിലരൊക്കെ വണ്ടി എടുത്ത് പുറത്തിറങ്ങുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണാം. പക്ഷേ അവരെ ഒന്നും തടയുന്നൊരു സാഹചര്യമില്ല ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനുമൊക്കെ. പക്ഷേ ഓട്ടോ ഒക്കെ അല്പസമയം കഴിഞ്ഞ് എന്തായാലും ഈ സമരം ഒന്ന് ശക്തമാകുമ്പോഴേക്കും ആളുകൾ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളൊക്കെ ആയിട്ട് എടുത്തിറങ്ങാൻ ബുദ്ധിമുട്ടുമെന്നാണ് നമുക്ക് കരുതുന്നത്. കാരണം എന്തായാലും ഈ സമരക്കാർ ഈ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളൊക്കെ തടയുമെന്നത് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും മറ്റ് അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഓൺലൈൻ കടകളൊന്നും തുറക്കുന്നില്ല. അതിപ്പോൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഇതൊന്നും ഫുഡ് ഡെലിവറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ വീട്ടിലിരുന്ന് അങ്ങനെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് സംശയം. നമുക്ക് കുറച്ച് യാത്രക്കാരുണ്ട്. എവിടുന്നാ? हिंदी महाराष्ट्र आई डोंट नो नहीं घूमने आए थे मुन्नार घूमने आए जाने का है बस नहीं मिल रही नहीं कन्याकुमारी से आए घूम के पहले रामेश्वरम जाके आए थे कन्याकुमारी अभी देख रहे प्राइवेट कुछ मिलता है कि नहीं बस भी सब बंद है अभी ये प्राइवेट कार बुकिंग करना है मगर वो भी बहुत महंगा पड़ रहा है 5-6 रूम बुक किए ना जाने का हाँ गाड़ी नहीं सुबह 6 बजे से इधर रुके हुए हाँ अभी उधर होटल भी बुक किया है 11 बजे का चेक टाइम है हाँ मुन्नार में अभी तो जाने के लिए कुछ भी नहीं है बस या ट्रेवल कुछ भी नहीं उबर वाला 6,000 बोल रहा है 4 दिन के लिए ശ്രീജ, മൂന്നാർ പോകുന്നതിന് വേണ്ടി വന്നവരാണ്. എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ട് നമ്മുടെ ധനേഷിന്റെ സഹായത്തോടു കൂടി അവരുടെ രക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് മനസ്സിലായി. കുഴപ്പമില്ല. എന്തായാലും പക്ഷേ മൂന്നാറിലേക്ക് പോകാൻ വന്ന യാത്രക്കാരാണ് അവർ. കന്യാകുമാരി, രാമേശ്വരം ഒക്കെ യാത്ര കഴിഞ്ഞ് വന്നതാണ്. പക്ഷേ നമ്മളെപ്പോലെയല്ല, 4 ദിവസത്തെ യാത്രയ്ക്ക് വന്നതാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. രാവിലെ വണ്ടി ഒന്നും പുറത്തിറങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മളൊക്കെ വീട്ടിലിരിക്കുകയാണ്. പക്ഷേ ഇതുപോലെ പെരുവഴിയിലായ മനുഷ്യന്മാരാണ് ശരിക്കും പെട്ടുപോയത്. അവർക്ക് 11 മണിക്ക് മൂന്നാറിലെ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു നിവർത്തിയില്ല. സാരമില്ല നവമി, പോട്ടെ. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ വന്ന് നിന്നവരൊക്കെ വലിയ കഷ്ടത്തിലാണ്. തിരുവനന്തപുരത്ത് എന്താണ് സ്ഥിതി എന്ന് നോക്കാം. വി അരുണുണ്ട്. അരുൺ, ഇതുപോലെ നേരത്തെ കാര്യം അറിഞ്ഞവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തിറങ്ങാതെ പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർ, ചികിത്സാ ആവശ്യത്തിന് വരുന്നവർ, ഇവരൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരം ദിവസങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാറുള്ളത്. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? സ്വകാര്യ വാഹനങ്ങളുണ്ടോ? ഓട്ടോറിക്ഷയുണ്ടോ? എന്തൊക്കെയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, തിരുവനന്തപുരത്ത് ഹർത്താൽ ദിനത്തിലെയും ദൂരമുള്ള പൊതുപണിമുടക്ക് ദിവസങ്ങളിലെയും പതിവ് കാഴ്ച തന്നെയാണ് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ നമുക്ക് നൽകാനുള്ളത്. ഈ യാത്രക്കാർ, ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രക്കാരൊക്കെ വലിയ രീതിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ആകെ ഇപ്പോൾ ആശ്രയമായത് പോലീസിന്റെ ഒരു വാഹനമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കും നിന്നും എയർപോർട്ടിൽ നിന്നുമൊക്കെ ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു വാഹനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലാണ് പല ആളുകൾക്കും തൽക്കാലത്തേക്ക് രക്ഷയായിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികൾ, RCC ആകട്ടെ അല്ലെങ്കിൽ ശ്രീചിത്ര ആകട്ടെ, അവിടേക്കുള്ള രോഗികളും അവർക്കൊപ്പമുള്ളവരുമാണ് കൂടുതലായി ഈ ബസ്സിൽ ഉള്ളത്. ചില അല്ലാതെ ഓഫീസുകളിലേക്ക് പോയി യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഈ പോലീസ് വന്നത് അവർക്കൊക്കെ ഒരു തരത്തിൽ സഹായമായെന്ന് പറയാം.
പല ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന ആളുകളൊക്കെ ഇവിടെ ആശുപത്രികളിലേക്ക് ശ്രീത്രിയിലേക്ക് പോകാൻ എത്തിയവരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്രീത്രിയിലേക്ക് പോകാൻ വന്നതാണ്? എവിടുന്ന് വന്നതാണ്? കോഴിക്കോട്. ഈ പണിമുടക്ക് അറിഞ്ഞിരുന്നോ? പണിമുടക്ക് അറിഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ എത്തിയാൽ എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റൽ കേസായതുകൊണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ പോലീസ് ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു. വളരെ ഉപകാരം. പോലീസിന്റെ വണ്ടി കിട്ടിയ ഗുണമായി. അവർക്ക് ഈ പോലീസിന് വാഹനം കിട്ടിയതാണ് അവർക്ക് ഒരു തരത്തിൽ സഹായമായത്. എവിടുന്ന് വന്ന്? ജോലിക്ക് പോകുന്നതാണ്. സാധാരണ പോകുന്ന സമയത്ത് എത്തും ഇന്ന്? 7:30 ഡ്യൂട്ടി. ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളുമൊക്കെ ഈ പോലീസ് വാഹനത്തിലുണ്ട്. മധുരയിൽ നിന്നാണെന്നല്ലേ? മധുര. ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നു. എവിടെയാ? ഇത്തരത്തിൽ ആശുപത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ അതുപോലെ തന്നെ ഓഫീസിൽ പോകാമെന്നാണ്. LIC വർക്ക് ചെയ്യുന്ന സമയത്തെത്തും ഇന്ന്? ഇന്നിപ്പോ നമുക്ക് 9:30 കയറിയാൽ മതി, അതാണ് ടൈം. അതുകൊണ്ടാണ് നേരത്തെ വിളിച്ചു തോന്നുന്നത്. അവധിയില്ല നിങ്ങൾക്ക് ഇന്ന്? ഇന്ന് ചെല്ലണമെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഓഫീസുകൾക്ക് അവധിയില്ലാത്ത ഓഫീസുകളുമുണ്ട്. ഡയസോൺ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പല തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ആളുകൾ ഈ സമരത്തിന്റെ ഭാഗമായി ഓഫീസിൽ എത്താതിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്ത കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഒക്കെ ഇവിടെയുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ഓഫീസ് എവിടെ പോകാമെന്നാണ്? ജോലി ചെയ്യണം? അല്ല, ഹോസ്പിറ്റലിൽ പോകണം. എവിടെ നിന്ന് വന്നേ? ചപ്പാത്ത്, തമിഴ്നാട്. ഹോസ്പിറ്റലിൽ പോകാം. ട്രീറ്റ്മെന്റ്. ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് ശ്രീജ. പലർക്കും പല ആവശ്യങ്ങളാണ്. പക്ഷേ പണിമുടക്കായതുകൊണ്ട് തന്നെ ഗതാഗത സൗകര്യങ്ങൾ തീരെ കുറവാണ്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകൾ ഇതുവരെയും സർവീസ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഏതാനും ചില ഓട്ടോറിക്ഷകളും മറ്റുമാണ് ഓടുന്നത്. കൂടുതൽ പോലീസ് വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ രാവിലെയൊക്കെ യാത്രക്കാർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയുമായി മാറുന്നത്. സർക്കാർ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ച സമരത്തെ നേരിടാൻ ഇടതുമുന്നണിയുടെ CPM-ന്റെ സംഘടനയായ CITU പ്രധാന റോൾ വഹിക്കുന്ന സമരമാണെങ്കിൽ പോലും സർക്കാർ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സർക്കാർ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTC നിരത്തിലിറങ്ങണമെന്ന കർശന നിർദ്ദേശം വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട്. അതിനെതിരെ ഇടതുമുന്നണി കൺവീനറും CITU നേതാവുമായ TP രാമകൃഷ്ണൻ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. ഏതായാലും അത്തരം സംഭവങ്ങളുള്ളപ്പോഴും എത്രത്തോളം ജീവനക്കാർ എന്ന ജോലിക്ക് ഹാജരാകുമെന്ന് കണ്ടറിയണം. ഏതായാലും പോലീസിന്റെ സർവീസ് വലിയ ആശ്വാസമാകുന്നു ജനങ്ങൾക്ക്. തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ എതിർവശത്ത് KSRTC സ്റ്റാൻഡ് ഇപ്പോൾ പോലീസ് ആളുകളെയും കൊണ്ട് പോലീസിന്റെ വാഹനം പോവുകയാണ്. പാളയം പട്ടം വഴി അത് മെഡിക്കൽ കോളേജ് RCC ഭാഗങ്ങളിലേക്ക് എത്തും. മറ്റൊരു വാഹനം കൂടി ഇതിനകം വന്നിട്ടുമുണ്ട്. അങ്ങനെ ഈ പോലീസിന്റെ ഒരു സേവനം ഈ പണിമുടക്ക് ദിവസങ്ങളിൽ മറ്റു തലത്തിൽ കൂടി നമുക്ക് കാണാനാകും. ഈ ജനങ്ങളെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, പ്രത്യേകിച്ചും ആശുപത്രിയിലും എയർപോർട്ടിലും ഒക്കെ പോകേണ്ട ആളുകളെ ആ സ്ഥാനത്ത് എത്തിക്കുന്നതും പോലീസ് തന്നെയാണ്. തൊട്ട് എതിർവശത്തുള്ള KSRTC തമ്പാനൂർ ബസ് സ്റ്റാൻഡുണ്ട്. അവിടെയും ബസ്സുകൾ ഇതുവരെയും പുറത്തു പോകുന്നതായി കാണാൻ കഴിഞ്ഞിട്ടില്ല. ബസ്സുകളൊക്കെ പുറത്തിറങ്ങാനുള്ള വെയിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും സർവീസൊന്നും നടത്തിയിട്ടില്ല എന്നാണ്, പ്രത്യേകിച്ച് ദീർഘദൂര സർവീസുകളൊന്നും നടന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ KSRTC സ്റ്റാൻഡിലും പോലീസ് വാഹനങ്ങൾ തന്നെയാണ് ആളുകൾക്ക് ആശ്വാസമാകും. നിരവധി ആളുകൾ ഇവിടെ വന്ന് കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാനാകും. വന്നിറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാനാകാതെ ആളുകൾ കുടുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ ആദ്യ മണിക്കൂറുകൾ തന്നെ യാത്രക്കാർക്ക്, സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് വസ്തുത. എല്ലാ ഹർത്താൽ ദിനങ്ങളിലെയും പണിമുടക്ക് ദിനങ്ങളിലെയും പോലുള്ള കാഴ്ചകൾ ഇന്നും നമുക്ക് ഈ KSRTC സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമൊക്കെ ആളുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകുന്നുണ്ട്. ദുരിതം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എവിടെ പോകാൻ നിൽക്കുന്നതാണ്? എവിടെ നിന്നോ? കോഴിക്കോട്. ബസ്സിൽ വന്നതാണ്? അല്ല, ട്രെയിനിൽ വന്നതാണ്. ട്രെയിനിൽ വന്നു. KSRTC ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വണ്ടി ആദ്യമേ എത്തിച്ചേനെ. വണ്ടി വേണ്ടെന്ന് പറഞ്ഞു. വണ്ടി വേണ്ടെന്ന് പറഞ്ഞു. KSRTC ഉള്ളതുകൊണ്ട് അതിൽ പോവാമെന്നൊരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ അത് എടുക്കുന്നില്ല. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വന്നതാണ്? അതെ, വിശ്വസിച്ച് വന്നതാണ്. മന്ത്രി അല്ല, ഞാൻ ഒരു ഡ്രൈവറോട് സംസാരിച്ചപ്പോ കുറച്ചുനേരം കഴിയുമ്പോൾ എന്തെങ്കിലും എടുക്കും, ഏതെങ്കിലും വണ്ടികൾ വിടും. ലോങ് റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ, കോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും വരും എന്ന് പ്രതീക്ഷ നിൽക്കുകയാണ്. ആ പ്രതീക്ഷയിലാണ്. മന്ത്രിയുടെ വാക്ക് പ്രതീക്ഷ വന്നതാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ജീവനക്കാർ പണിമുടക്കിൽ തന്നെയാണ്. ഇതുവരെ ഒരു വാഹനം പുറത്ത്. ചേട്ടാ എവിടെ പോകുന്നു? ഞാൻ അടുത്ത് തിരുവല്ല. എന്തായാലും വണ്ടിയില്ല. ഇവിടെ രക്ഷയില്ല. വണ്ടി മാക്സിമം നോക്കി, അവർ പറയുന്നതെല്ലാം വണ്ടി സർവീസ് ഇല്ല എന്നാണ് പറയുന്നത്.
ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒരു കുട്ടിയുമായിട്ടും ഒക്കെ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. കൊച്ചുകുട്ടിയുമായും ഒക്കെ ഒരുപക്ഷെ ഇവിടെ നിന്ന് ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നവരാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകാൻ വന്ന ആളുകളാകാം. ഇത്തരത്തിൽ മൊത്തത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ പണിമുടക്ക് ദിവസം. എവിടെ നിന്ന് വന്നേട്ടാ? നിങ്ങൾ മംഗലാപുരത്ത് എവിടെ പോകുന്നത്? നെൽമങ്ങാട്. ബസ്സില്ലെന്ന് തോന്നുന്നല്ലേ? ആ, ബസ്സില്ല. എങ്ങനെ പോകൂലി പോ? ഓ, ഇനി അങ്ങനെ വണ്ടി കിട്ടണമെങ്കിൽ പോക്ക് നടക്കും. ഓ, അങ്ങനെ നിരവധി ആളുകളാണ്. ഈ ഓട്ടോ സ്റ്റാൻഡുകൾ പക്ഷേ കുറച്ചുകൂടിയൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള സർവീസുകളുള്ള സ്ഥലമാണ്. ഇവിടെ എവിടെയൊക്കെ ബസ്സുകൾ പൂർണ്ണമായും നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതുവരെയും ആ സർവീസുകൾ തുടങ്ങിയിട്ടില്ല. പക്ഷേ കുറച്ച് സർവീസ് തുടങ്ങുമെന്ന പ്രതീക്ഷയാണ്. ഓട്ടോറിക്ഷകൾ പക്ഷേ വലിയ കുഴപ്പമില്ലാതെ സർവീസ് നടത്തുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഓട്ടോറിക്ഷയിൽ ആളുകൾക്ക് കയറി പോകാനും കഴിയും. അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഓട്ടോറിക്ഷയിൽ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയും. പക്ഷേ ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർ തന്നെയാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്, കുടുങ്ങാൻ പോകുന്നത്. എത്ര മണിക്ക് സർവീസുകൾ കുറച്ചെങ്കിലും ആരംഭിക്കുമോ എന്നാണ് ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ദീർഘദൂര സർവീസുകൾ എന്ന ബസ്സുകൾ വരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അവരും ഇവിടെ വന്നിട്ട് ഇനി എങ്ങോട്ട് പോകുമെന്ന കാര്യത്തിലൊക്കെ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും ബംഗളൂരുവിൽ നിന്നൊക്കെ വരുന്ന ഇത്തരം സർവീസുകൾ നടത്തുന്ന ബസ്സുകളുണ്ട്. അതിൽ വരുന്ന ആളുകളും ഇവിടെ ഇറങ്ങിയ ശേഷം എന്ത് ചെയ്യുമെന്നൊരു അങ്കലാപ്പിൽ തന്നെയാണ് ശ്രീജ. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരത്ത് സ്ഥിതിഗതികൾ സാധാരണ ബന്ദ് ദിവസത്തെ പോലെ തന്നെ. വാഹനങ്ങൾ, ബസ് സർവീസുകളില്ല. താൽക്കാലിക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ. ഓട്ടോകൾ കാണുന്നുണ്ട്. പക്ഷേ എത്ര നേരം ഈ ഓട്ടോ സർവീസൊക്കെ ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ഒപ്പം മലപ്പുറത്ത് നിന്ന് അനുമോദുമുണ്ട്. അനുമോദ്, ഇന്നലെ തന്നെ ഏതാണ്ട് മലപ്പുറവും വടക്കൻ കേരളവും ഒരു സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു സ്വകാര്യ ബസ് സർവീസുകൾ മുടങ്ങിയതോടെ. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ ഒരു സാഹചര്യം. എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് ശ്രീജ. നമ്മൾ നിൽക്കുന്നത് മലപ്പുറം കുന്നുമ്മലാണ്. മലപ്പുറം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. KSRTC ടെർമിനലിന് തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് ആകെ ഇന്ന് 2 ബസ്സുകളാണ് ഇതുവരെ സർവീസ് തുടങ്ങിയിട്ടുള്ളത്. ഒന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു ടൗൺ ടു ടൗൺ സർവീസും, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് നിന്ന് വന്ന ബസ് തിരിച്ച് ഹരിപ്പാട്ടേക്ക് പോവുകയും ചെയ്തു. നിലമ്പൂരിൽ നിന്ന് 2 ബസ്സുകളും പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ബസ്സും സർവീസ് നടത്തിയിട്ടുണ്ട്. ഒരു പാലക്കാട് ബസ്സും കോഴിക്കോട് ഡിപ്പോയിൽ നിന്നുള്ളത് ഇതുവഴി കടന്നുപോയി. ഇങ്ങനെ ആകെ 5-6 സർവീസുകൾ മാത്രമാണ് ജില്ലയിൽ ഇതുവരേക്കും KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ഈ ഒരു സാഹചര്യം നമുക്ക് കൂടെ കാണാം. സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ നിരത്തിലിറങ്ങുന്നുണ്ട്. ഓട്ടോറിക്ഷകളും കാറും ബൈക്കുകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. ആരും തന്നെ ഇതുവരേക്കും പ്രതിഷേധവുമായി തടയാൻ എത്തിയിട്ടില്ല. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. കാരണം സമരവും പ്രതിഷേധവും ഒക്കെ സാധാരണ 10 മണിയോടെയൊക്കെയാണ് ആരംഭിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് വാഹനങ്ങൾ തടയാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. നമുക്കിവിടെ വലിയ തിരക്കൊന്നും കാണാനില്ല. യാത്രക്കാർക്ക് ചില്ലറ കുറച്ച് പേർ മാത്രമാണ് നമുക്ക് ഈ നഗരത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പണിമുടക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ മുൻനിർത്തി ആളുകൾ പുറത്തിറങ്ങുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. നമുക്ക് ഇവരോട് ചോദിക്കാം. ഇവർ ദൂരയാത്രക്കാരാണെന്ന് തോന്നുന്നു. ചേട്ടാ, എവിടുന്ന് വരുമായിരുന്നു? കോഴിക്കോട്. വടകരയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. KSRTC അന്വേഷിച്ചില്ലേ? KSRTC ഇന്നലെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഡ്യൂട്ടിക്ക് വന്നു. ഇനിയിപ്പോൾ ഈ ബസ് ഇല്ലാതാ പറയും. ഒരു ട്രക്ക് ഉണ്ടോ? ലോറി കൈ കാണിച്ച് പോകാൻ നിൽക്കുക അല്ലേ? കുറച്ച് പേര് എവിടെ പോകുന്നു കേട്ടാ? പോയി വരികയാണ്. ഇനിയിപ്പോൾ എവിടേക്ക് എത്തണ്ടേ? ഇനി കാടാമ്പുഴ എത്തണം. അപ്പോൾ ഇവിടുന്ന് ബസ്സുകളൊന്നും ഉണ്ടാവില്ല? ഇല്ല, ഞാൻ സുഹൃത്തിനോട് വരാൻ വേണ്ടി പറഞ്ഞു. ലോറിയിലൊക്കെ ആളുകൾ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്ര സാധിക്കുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് പ്രതിഷേധക്കാരൊക്കെ പല ഭാഗത്തായിട്ട് തടയാനുള്ളൊരു സാധ്യതയുണ്ട് വാഹനങ്ങളൊക്കെ. എന്നിരുന്നാലും ലോറി നിർത്തിക്കൊടുത്തിട്ടുണ്ട്. തിരൂർക്ക് പോകുന്ന ഒരു ലോറിയാണ്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് മലപ്പുറം നഗരത്തിൽ നിന്ന് രാവിലെ കാണാൻ കഴിയുന്നത്. പ്രതിഷേധങ്ങളൊക്കെ ശക്തമായിട്ട് വരുന്നതേ ഉള്ളൂ. ആളുകളും ഈ ഒരു പണിമുടക്കുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് രാവിലത്തെ കാഴ്ചകളൊക്കെ. ഓട്ടോറിക്ഷകളൊക്കെ നിരത്തിലുണ്ട്. പക്ഷേ പ്രതിഷേധമൊന്നും ഇതുവരെയും, വാഹനങ്ങൾ തടഞ്ഞുള്ള പ്രതിഷേധങ്ങളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. KSRTC ഡിപ്പോയിൽ നിന്ന്, മലപ്പുറം ഡിപ്പോയിൽ നിന്ന് 2 സർവീസുകൾ പോയിട്ടുണ്ട്. ഇതുവരെ മറ്റ് സർവീസുകൾ ഇറങ്ങിയിട്ടുമില്ല. അത്തരത്തിലാണ് മലപ്പുറം നഗരത്തിൽ നിന്നുള്ള പണിമുടക്ക് ദിവസത്തെ ഈ മണിക്കൂറിലെ കാഴ്ചകൾ. എവിടെയും അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല.
എന്നതുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ശ്രീജ. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം നഗരം വിജനമായി കിടക്കുന്നത് നമുക്ക് കാണാം. 7:30 ആയിട്ടേ ഉള്ളൂ. എന്തായാലും മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത അറിഞ്ഞ അധികം ആളുകളും വീട്ടിൽ തന്നെ തുടരുകയാണ്. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ, നമുക്കൊരു അവധി ദിവസമായാണ് നമ്മളും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്നവരും യാത്രക്കിടയിൽ പെട്ടുപോകുന്നവരുമൊക്കെയാണ് ശരിക്കും ദുരിതത്തിലായിട്ടുള്ളത്. KSRTC ബസ്സുകൾ ഓടുമെന്നായിരുന്നു ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചതെങ്കിലും യൂണിയനുകൾ സമരത്തിലാണ്. അതുകൊണ്ട് തന്നെ ബസ് സർവീസുകൾ പാടെ മുടങ്ങിയ അവസ്ഥയിലാണ്. ദീർഘദൂര സർവീസുകൾ മാത്രമാണ് ചിലത് സർവീസ് നടത്തുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇന്നലെ കോഴിക്കോട്ടെ സാരമായി ബാധിച്ചിരുന്നു, മലപ്പുറത്തെ പോലെ തന്നെ. ഇന്നത്തെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകളൊക്കെ വളരെ സജീവമായൊരു മേഖല എന്ന നിലയ്ക്ക് പൂർണ്ണമായും ഒരു പണിമുടക്കിന്റെ അന്തരീക്ഷമാണോ? ശ്രീജ, തീർച്ചയായും കോഴിക്കോട്ടെ ജനജീവിതത്തെയും കാര്യമായി തന്നെ ഇന്നത്തെ പണിമുടക്ക് ബാധിച്ചിരിക്കുന്നു. പണിമുടക്കെങ്കിലും ഹർത്താലിന്റെ ഒരു പ്രതീതി തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ചില KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നു എന്നതാണ് കോഴിക്കോട് നിന്നും പറയാൻ കഴിയുന്നത്. ഒരു രണ്ട് മിനിറ്റ് മുമ്പാണ് ഇവിടെ നിന്നും പാലായ്ക്കുള്ള സർവീസ് നടത്തുന്ന ഒരു വാഹനം പുറപ്പെട്ടത്. ഒപ്പം ദീർഘദൂര വയനാടൊക്കെ പോകുന്ന ചില ദീർഘദൂര ബസ്സുകളും അത് ദൂരെ നിന്നും പുറപ്പെട്ടു വരുന്ന ബസ്സുകളാണ്. അത്തരം ബസ്സുകളും ഇതിനകം ഇവിടെ നിന്നും യാത്ര ആരംഭിച്ച കാഴ്ച കാണാൻ കഴിയുന്നു. ഒപ്പം എറണാകുളത്തിന് പോകാനുള്ള ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇപ്പോൾ സ്റ്റാൻഡിൽ പോകാൻ തയ്യാറായി കിടക്കുന്ന നമുക്ക് കാണാം. നേരത്തെ അതിൽ ബോർഡ് വെച്ചപ്പോൾ പ്രതിഷേധക്കാരൊക്കെ എത്തി അതിൻ്റെ ബോർഡ് മാറ്റി. പക്ഷേ വീണ്ടും അത് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വാഹനത്തിൽ ഒറ്റ യാത്രക്കാർ പോലുമില്ല, കയറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആളുകൾ ഇപ്പോഴും ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്നുണ്ട്. എവിടെ പോരാ? ഞാൻ രാമനാട്ടയാണ്. ഇവിടെ ഈ ബസ് പോകുമെന്ന് പറഞ്ഞു ഡ്രൈവർ. അപ്പോൾ ഇവിടെ ആ വഴുവനാക്കത്തെ അയാൾ ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി പോകാതെ ഏറ് കിട്ടുന്നു. ഏറ് കിട്ടും, അതിന് തയ്യാറിൻ്റെ പോയാൽ മതി. പിന്നെ ഇങ്ങനെ ഡ്രൈവർ ഇറങ്ങി ഇവിടെ കണ്ട് പോകുന്ന അറിയണ്ട്. നിങ്ങളോട് പറഞ്ഞോ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞോ? ഞാൻ എൻ്റെ അടുത്ത് നിന്നാണല്ലോ പറഞ്ഞത് ഡ്രൈവറോട്. ഞാനവിടെ കയറാൻ നിൽക്കുക, എൻ്റെ അടുത്ത് നിന്നാണ് പറയുന്നത്. കേട്ടോണ്ട് നിൽക്കുക. അപ്പൊ പിന്നെ ആ ദിവസം പോകുന്നു വിചാരിക്കണ്ട. അയാൾ പറഞ്ഞു എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വന്നാണ് പോകേണ്ടി വരും, തിരിച്ചു പോകണം, കയറാമെന്ന് വിചാരിച്ച് നിൽക്കുക. അയാൾ അങ്ങോട്ട് പോയിന്. ഇന്നിപ്പോ ഹർത്താലൊന്നും അറിയില്ല. ഹർത്താലറിയും. ഞാനിവിടെ സെക്യൂരിറ്റി പണിയാണ് കോഴിക്കോട്. ഹർത്താലാണ്. KSRTC ഓടുന്നു ഗണേഷ് കുമാർ വരെ പറഞ്ഞു. KSRTC എന്തായാലും ഓടുന്നു. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക പറഞ്ഞാല്. അപ്പം മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് പോകുന്നവരാണ്. അതെ, അതുകൊണ്ട് എന്തായാലും തിരിച്ചു പോകാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഓടുന്ന് വിചാരിച്ചിരിക്കുകയാണ്. അയാൾ എന്തായാലും പോകുന്നു പറഞ്ഞിട്ടുണ്ട്. പുള്ളി പോകുന്നു, ആ ഡ്രൈവർ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവർക്ക് പോകണമെന്നുണ്ട്. ഇവരെ അതിൻ്റെ ഇടയിൽ നിന്ന് വീഴ്ച അയാളെ ഇറങ്ങിയതാ. അല്ലെ അയാളെ കയറാൻ പറഞ്ഞു. അതായത് ശ്രീജ, നമ്മൾ തന്നെ കണ്ടതാണ്. കാരണം നേരത്തെ എത്തിയപ്പോൾ ഈ ബസ്സിൽ ആദ്യം ബോർഡ് വെച്ചു. ആ ബോർഡ് 1-2 പേര് വന്ന് സംസാരിച്ചതിനെ തുടർന്ന് മാറ്റുന്നു. പിന്നീട് ആ ഡ്രൈവർ വീണ്ടും വന്ന് ബോർഡ് വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ഡ്രൈവർ അടുത്ത് പോയി സംസാരിച്ച ആളുകൾ നമുക്ക് അടുത്ത് തന്നെയുണ്ട്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെ പുരോഗമിക്കുന്നു? ഈ വാഹനങ്ങൾ നിങ്ങൾ തടയുമോ? ഇല്ല, വാഹനം തടയണ്ട എന്നുള്ളതാണ് നമ്മളെ തീരുമാനം. ഇതൊക്കെ നേരത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. ഇപ്പോൾ യാത്രക്കാർ പിന്നെ ഇവിടുന്ന് വന്നുപെട്ട യാത്രക്കാർ ഇവിടെ സ്റ്റാൻഡിലുണ്ട്. അപ്പോൾ അവർക്കൊന്നും വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വണ്ടി ഇതാ ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. നമ്മളങ്ങനെ തടയുന്നൊന്നുമില്ല. ഒരു യാത്രക്കാരൻ പറയുന്നത് ഈ എറണാകുളം വാഹനം പുറപ്പെടാൻ ഒരുങ്ങി ബോർഡ് വെച്ചപ്പോൾ തന്നെ നിങ്ങൾ പോയി ഏറ് കൊള്ളാൻ തയ്യാറാണെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞെന്ന് പറയുന്നു. ആര് പറയാ? അങ്ങനെയാണെങ്കിൽ ആ വണ്ടി ബോർഡ് വെച്ചിട്ട് ഇപ്പോൾ സ്റ്റാൻഡിലുണ്ട്. ഈ എന്താണോ ജീവനക്കാരെ നമ്മൾ ബോധ്യപ്പെടുത്തുക. സർവീസ് പിന്നെ ഇത്രയാണ് പണിമുടക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ബോധ്യപ്പെടുത്തുക. അല്ലാതെ ഞങ്ങൾക്ക് വേണമെങ്കിൽ തടയാലോ. തടയണ്ട എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ആ തീരുമാനം അനുസരിച്ച് നമ്മളിവിടെ അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പുറപ്പെടാൻ തയ്യാറായി വന്നേക്കുന്ന വണ്ടികൾക്ക് പോവാം. ഇവിടുന്ന് പുറപ്പെടാൻ തയ്യാറായിട്ടുള്ള വണ്ടികൾക്ക് പിന്നെ പോകുന്നതിന് ഒരു തടസ്സമില്ല. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്റ്റാൻഡിൽ പിന്നെ ജനങ്ങളുണ്ടെങ്കിൽ ഒരേ യാത്രാ സൗകര്യം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. അത് തന്നെയാണ് നമ്മളെ തീരുമാനം. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം. ശ്രീജ അതാണ് പറയുന്നത്. പക്ഷേ യാത്രക്കാരൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കേട്ടു, ഇവർ ഈ ഭീഷണിപ്പെടുത്തുന്ന കേട്ടു എന്നാണ് പറഞ്ഞത്. വാഹനം പുറപ്പെടാൻ തയ്യാറായി വന്ന ഡ്രൈവറെ എവിടെ പോകാനാണ്? കൊയിലാണ്ടി. ഈ എവിടെ ദൂരയാത്ര കഴിഞ്ഞ് വന്നാണോ അതോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാം. ഈ ഹർത്താലിന്റെ പണിമുടക്കിന്റെ കാര്യം അറിഞ്ഞില്ലായിരുന്നോ അതോ? ഒന്നും അറിയില്ല. ആണല്ലേ. ഇനി പോകുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. എല്ലാ ഫാമിലി കൂട്ടാൻ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കൂട്ടാൻ അദ്ദേഹത്തിന്റെ കുടുംബം എത്തുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്നും എത്തിയ ആളാണ്. മറ്റു ചില ആളുകളും കുറച്ചു നേരമായി
എവിടെ പോരാ ചേട്ടാ? ഞങ്ങൾ പെരിന്തൽമണ്ണ പോകണം. പെരിന്തൽമണ്ണ. എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങൾ മിൽസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മോള്. ആ അവ കഴിഞ്ഞ ശനിയാഴ്ച അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ വീട്ടിലൊന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരായി കുട്ടീൻ്റെ വീട്ടിൽ മദ്രസക്കൊക്കെ പോണ കുട്ടിയാണ്, അവിടെ ആക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് പോന്നത്. അപ്പോൾ മന്ത്രി പറഞ്ഞു ഇങ്ങനെ ബസ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉറപ്പിൻ്റെ മുകളിൽ പോകുന്നത്. മിൽസ് ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവിടുന്ന് 50 രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക്. പക്ഷെ ഞാൻ 100 കൊടുത്തിട്ടാണ് പോകുന്നത്. റിട്ടേൺ വാടക കിടക്കും. ഇവിടെ വന്ന് നോക്കുമ്പോൾ ബസ്സില്ല. ഇവിടെ ബസ് ഓടാൻ തയ്യാറാണെങ്കിലും വേറെ ലെവലിൽ തടുക്കണം. യൂണിയൻകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഒരു ബസ് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ നിർന്നപ്പോൾ ഓല് പറഞ്ഞു, പിന്നെ യൂണിയൻകാരൻ പറഞ്ഞു അത് ഓടാൻ പറ്റില്ല, അങ്ങനെ സമരമാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പിന്നെ ബോർഡ് താഴ്ത്തി വെച്ചു. രണ്ടാമത് പിന്നെ ഉള്ളിൽ വന്നിട്ടാണ് പിന്നെ രണ്ടാമത് ബോർഡൊക്കെ കണ്ട് വെച്ചേക്കണം. അപ്പം അതിൽ ആരും കയറിയിട്ടില്ല. അതിൽ കയറിയിട്ട് കാര്യമില്ല. നമുക്ക് കോട്ടക്ക വഴിയാണ് ആ ബസ് പോണത്. കോട്ടക്ക പോയാൽ പിന്നെയും വേണ്ട ഇറങ്ങാം. പിന്നെയും പോകണം. 10-20 കിലോമീറ്ററിൻ്റെ അടുത്ത് പിന്നെയും പോകണം. ഇങ്ങനെ വണ്ടി ഇല്ലാതെ ഓടണം. ഓട്ടോറിക്ഷയൊന്നും കിട്ടില്ല. പെരിന്തൽമണ്ണ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ നിങ്ങളുടെ MS ഹോസ്പിറ്റലിൻ്റെ അവിടേക്കാണ്, അവിടെ അടുത്താണ് വീട്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ പോകാം. നടന്നേലും പോകാം. ഒരു 4-5 കിലോമീറ്ററുള്ളൂ. അതിലുള്ളൂ. അങ്ങാടിപ്പുറത്തേക്ക് എത്തിയാലും മതി. ആ വഴിക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് ഇപ്പോൾ ബസ് വായിക്ക് പോകില്ലല്ലോ. പാണ്ടിക്കാട് വഴിക്കൊക്കെ കൂടെയൊക്കെയാണ് ബസ് പോവുക. ഇപ്പോൾ എത്ര നേരം ഇവിടെ വന്നിട്ട്? ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ രാവിലെ വന്നതാണ്. ഒരു 2 മണിക്കൂറായി. കുട്ടിയുണ്ട് കൂടുതൽ? ആ കുട്ടി കൂടുതലുണ്ട്. ഇതാണ് ഈ കുട്ടിയുമായാണ് ഒരു ആശുപത്രി കാര്യത്തിന് വന്നതാണ്. അവർ ഈ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വീട്ടിലേക്ക് പോകാൻ വന്നതാണ്. കുട്ടിയുമായി ഇപ്പോൾ അവിടെ നിൽക്കുന്ന കാഴ്ച. ഒപ്പം ഈ പലരും അത്തരത്തിൽ KSRTC ബസ്സുകളിൽ നിന്ന് ഓടും എന്ന വാക്ക് വിശ്വസിച്ച് വന്നവരാണ്. പക്ഷേ വാഹനങ്ങൾ തടയില്ല എന്ന് പരസ്യമായി പറയുമ്പോഴും നേരത്തെ നമ്മൾ കണ്ടു ഒരു യാത്രക്കാരൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തില്ല അല്ലെങ്കിൽ വാഹനങ്ങൾ പോകാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി പറയുമ്പോഴും മറുവശത്ത് ഈ ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും ഒരു പാലേക്ക് പുറപ്പെടേണ്ട വണ്ടി പുറപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്തിന് പുറപ്പെടാനായി തയ്യാറായി ഒരു വാഹനമുണ്ട്. അതിൻ്റെ ഡ്രൈവറും നേരത്തെ റെഡിയായി വന്നിരുന്നു. പക്ഷേ ഇനിയിപ്പം ആ വാഹനം പുറപ്പെടുമോ എന്നറിയില്ല. വയനാട് അടക്കമുള്ള ചില വിദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ നേരത്തെ പുറപ്പെടുന്നു. എവിടെ പോകാനാ? ഞാൻ ഇവിടുന്ന് വരികയാണ്, ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഇവിടുന്ന് ഇപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി നോക്കുന്നത്. ഹർത്താൽ അറിഞ്ഞില്ല? ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ബുക്ക് ചെയ്തത് ടിക്കറ്റ്. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. വീട് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടുന്ന് വണ്ടി വരണം. പിക്ക് ചെയ്യാൻ അതാണ് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ എന്നാലും അവിടെ നിന്ന് വാഹനം വരണം. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. ബംഗളൂരുവിൽ നിന്ന് മറ്റൊക്കെ എത്തുന്നവരാണ്. നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്കറിയാം ബാംഗ്ലൂരിൽ നിന്ന് പലപ്പോഴും ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചാർജ് നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വാഹനം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നിരവധി യാത്രക്കാർ ഇത്തരത്തിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് മാത്രം എത്തിയിട്ടുണ്ട്. ശ്രീജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ അവസ്ഥയാണിത്. നോക്കൂ, ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ തടയില്ല, വണ്ടി പൊയ്ക്കോട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്ന ഇവർ തന്നെയാണ് വണ്ടി വിടാത്തത്. അതിപ്പോൾ എറണാകുളത്തായാലും കോഴിക്കോട്ടായാലും കാര്യങ്ങൾ ഒരേ സാഹചര്യമാണ്. ഈ വന്ന് പെട്ട് ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്ന അച്ഛൻ്റെയും മകൻ്റെയും മുഖം കണ്ടിട്ട് വലിയ പ്രയാസം തോന്നുന്നുണ്ട്. കാരണം അവർക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരണം, കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കണം. ഒരു ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളാണല്ലോ അതൊക്കെ. പക്ഷേ അങ്ങനെയുള്ളവർ പോലും ശരിക്കും വലഞ്ഞിരിക്കുന്നു എന്നതാണ് സാഹചര്യം. പണിമുടക്കാണെന്ന് അറിഞ്ഞ് പുറത്തിറങ്ങാത്തവരുണ്ടാവും. പക്ഷേ ഇതുപോലെയുള്ളവർ എന്ത് ചെയ്യുമെന്നതാണ് ചോദ്യം. മറുപടി പറയേണ്ടത് KB ഗണേഷ് കുമാറാണ്. കാരണം ഗതാഗത മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഇവരിൽ ഭൂരിഭാഗവും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. മന്ത്രിയുടെ ഒരു പ്രതികരണം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലായിടത്തേക്കും ഒരിക്കൽ കൂടി പോകാം. എന്താണ് സാഹചര്യമെന്ന് നോക്കാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.